വിപണിയിൽ പൊന്നിനേക്കാൾ തിളങ്ങി വെള്ളിവില. സ്വർണ്ണത്തെ കടത്തിവെട്ടി മുന്നോട്ട് കുതിക്കുകയാണ്. ഇന്ന് വെള്ളിവില ഗ്രാമിന് ഒറ്റയടിക്ക് 10 രൂപ വർദ്ധിച്ച് 208 രൂപയിലെത്തി. വില ഇനിയും കുതിച്ചുയരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ജനുവരി മുതലാണ് വില പുതിയ റെക്കോർഡ് താണ്ടുക എന്നും സൂചനയുണ്ട്. പൊന്നും വിലയിലേക്ക് വെള്ളിവില കുതിക്കുന്നു. ആശങ്കയോടെയാണ് ആഭരണപ്രേമികൾ ഈ വാർത്ത എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. കാരണം സ്വർണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ലോഹമാണ് വെള്ളി. സ്വർണം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന മറ്റൊരു ലോഹം കൂടിയാണ് വെള്ളി. പ്രത്യേകിച്ച് സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ പലരും സ്വർണത്തിൽ നിന്ന് വെള്ളിയിലേക്ക് തിരിയും. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും കുതിപ്പിലേക്ക് തിരിച്ചെത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. കേരളത്തിൽ ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 12,330 രൂപയായി. പവൻ വിലയാകട്ടെ 480 രൂപ ഉയർന്ന് 98,640 രൂപയിലുമാണ് വ്യാപാരം. ഇന്നലെ പവന് 1,120 രൂപ കുറഞ്ഞത് വലിയ ആശ്വാസം നൽകിയെങ്കിലും ഇന്നത്തെ വർധനവ് വീണ്ടും ഞെട്ടിച്ചു. വെള്ളിവിലയും ഇന്ന് വൻ കുതിപ്പിലാണ്. കേരളത്തിൽ ഗ്രാമിന് ഒറ്റയടിക്ക് 10 രൂപ വർദ്ധിച്ച് 208 രൂപയായി. സർവകാല റെക്കോർഡാണ് വെള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത്. ആഗോള വിപണിയിലെ അനുകൂല സാഹചര്യങ്ങളെയും US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളും ഇനിയും കുറയ്ക്കുമെന്ന പ്രതീക്ഷയുമാണ് സ്വർണം വെള്ളി വിലകൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ഓഹരി വിപണിയെയും സ്വർണത്തെയും പിന്നിലാക്കിയാണ് നിക്ഷേപകർക്ക് കൈനിറയെ നേട്ടം സമ്മാനിച്ച ലോഹം കൂടിയാണ് വെള്ളി. വർഷങ്ങൾക്ക് ശേഷം വെള്ളി വിലയിലുണ്ടായ വലിയ മാറ്റത്തിൽ 100% ലാഭമാണ് നിക്ഷേപകർക്ക് കീശയിലാക്കാൻ സാധിച്ചത്. വെള്ളിവില ഇനിയും കുതിച്ചുയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ജനുവരി മുതലായിരിക്കും അതിന്റെ പ്രതിഫലനം. വെള്ളിവില വർധനയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഡിമാൻഡ് ശക്തമായിരുന്നിട്ടും പരിമിതമായ തോതിൽ മാത്രമാണ് വെള്ളി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് കാരണം. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളി ഉൽപ്പാദകരായ ചൈന കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം അടുത്ത വർഷം ജനുവരിയിൽ നിലവിൽ വരുന്നതാണ് ഇനി വിലവർധനവിന് കാരണമെന്നും പറയുന്നു. മാത്രമല്ല ഈ കയറ്റുമതി നിയന്ത്രണം 2027 തുടരാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നുണ്ട്. കാരണം ചൈന തീരുമാനം നീട്ടിയിട്ടുണ്ട്. വെള്ളി കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്ക് ചൈന പ്രത്യേക ലൈസൻസും നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തായാലും ചൈന കയറ്റുമതി നിർത്തിയാൽ ആഗോള വിപണിയിൽ വെള്ളിയുടെ ക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. നമുക്കറിയാം, ആഭരണങ്ങൾക്ക് പുറമെ സോളാർ പാനൽ, ഇലക്ട്രിക് വാഹനം തുടങ്ങിയ വ്യാവസായിക ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ലോഹം കൂടിയാണ് വെള്ളി. രാജ്യത്തെ വ്യാവസായിക മേഖലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചൈന കയറ്റുമതി നിയന്ത്രിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ചൈനയുടെ വെള്ളിയെ ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഇറക്കുമതിക്ക് വൻ തുക മുടക്കേണ്ട അവസ്ഥയിലാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ജനുവരിയിൽ കുതിപ്പ് തുടരും വെള്ളിയെന്ന് ഉറപ്പിക്കാം. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.